ഹലോ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ മുള്ളങ്കി വെച്ചിട്ടൊരു തോരനാണ് കേട്ടോ. അതിൻ്റെ മുള്ളങ്കി കഴുകിയെടുത്തു. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീകി കളഞ്ഞ് നല്ലപോലെ കൊത്തി അരിയണം. കാബേജൊക്കെ അരിയണ പോലെ കുരുകുരാന്ന് കൊത്തി അരിയണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിനായിട്ട് തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരു തുണ്ട് ജീരകം കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം നല്ലപോലെ അരയേണ്ട, അവിയലിനൊക്കെ ചതയ്ക്കണ പോലെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തു. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്ക് 2 വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളങ്കി ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുള്ളങ്കി തോരൻ റെഡി ആയിട്ടാണ്. ഇനി നമുക്കൊരു മാങ്ങ കൊണ്ട് ഒരു പച്ചടിയാണ് വയ്ക്കുന്നത്. അതിലേക്ക് മാങ്ങ, നാളികേരം, കടുക്, പച്ചമുളക്, ഒരു തുണ്ട് ജീരകം ഇവ നല്ല ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ അരയരുത് കേട്ടോ, ഒരുവിധം ഒന്ന് അരഞ്ഞാൽ മതി. അതിന് ശേഷം നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. കടുകിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം വെള്ളം പോലെ ആവരുത്. അപ്പോൾ ഈ മാങ്ങാപ്പച്ചടി തന്നെ മതി കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം ചാറും കൂടി വേണം. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു തുണ്ട് തൈര് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ നല്ല രുചിയാണ് കേട്ടോ തൈര് ചേർത്താൽ. അപ്പോൾ അധികം പുളിയില്ലാത്ത കുറച്ച് തൈരും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ മാങ്ങ പച്ചടി റെഡിയായി. അപ്പോൾ ഞാൻ ഇത് രാവിലെ വെച്ച കറികളാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോൾ അതൊക്കെ കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പും കുറച്ച് ഒരു പിടി കൂർക്കയും കൂടി ഇട്ടിട്ട് അത് കുത്തി കാച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ ഒന്ന് വേവിച്ചത്. അപ്പോൾ പരിപ്പും കൂർക്കയൊക്കെ വെന്തപ്പോൾ നമ്മൾ ഒരു മാങ്ങയുടെ ഒരു ചെറിയ കഷ്ണവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തു, ഉപ്പും. അപ്പോൾ അതും കൂടി മാങ്ങ ഒരു പുളിയുടെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ പരിപ്പും കൂർക്കയും വയ്ക്കുമ്പോൾ. അപ്പം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാച്ചാനായിട്ട് നമുക്ക് വറ്റൽമുളകും ചുമന്നുള്ളിയും കൂടി ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് നമ്മുടെ മറ്റേ കാശ്മീരി മുളക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 4 എണ്ണവും നമ്മുടെ സാദാ മുളക് ഒരു 3 എണ്ണവും ചുമന്നുള്ളിയും കൂടിയാണ് കേട്ടോ എടുത്തത്. അപ്പം നല്ല കളറും ഉണ്ടാവും എരിവിനായിട്ട് സാദാ മുളകും. അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലപോലെ അരഞ്ഞ് പോകാണ്ട് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിനി ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. 2 മണി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വഴിക്ക് 2 മണി കടുക് ഇടുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് പരിപ്പ് വേവിച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കൂത്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടാ. ഇതും ഒരു ഉണക്കമീൻ മാത്രം മതി കേട്ടോ ചോറിന്. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പും കൂർക്കയും കൂടി ഇട്ട് മാങ്ങയ്ക്ക് ഇട്ട് വെച്ച കറി ഇവിടെ റെഡിയായി. അപ്പം ഇനി നമുക്ക് ചോറ് വിളമ്പാട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ് എടുത്തു, ചോറ് വിളമ്പി. അപ്പം നമുക്ക് ആദ്യം തന്നെ പരിപ്പ് കൂർക്കയും കൂടി കുത്തിക്കാച്ചി ഇത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ രാവിലത്തെ മാങ്ങാപ്പച്ചടിയും മുള്ളങ്കി തോരനും 2 ലൂബിക്കും ഒരു പപ്പടവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.